ആദ്യം ശ്രീ പ്രകാശ് ബാരെ. താരസംഘടനയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള പരിഹാരം എന്ന നിലയിലാണ് ഒരു വർഷം മുൻപ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അതിന്റെ ഭരണസമിതി രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു വർഷം തികയും മുൻപ് തന്നെ അവർക്ക് രാജിവെച്ചൊഴിയേണ്ടി വരികയാണ്. രാജിവെച്ചൊഴിയുന്നു എന്ന് മാത്രമല്ല, ആ രാജിയിലേക്ക് നയിക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ശ്വേത പറയുന്ന കാര്യങ്ങളെ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടി കാണണം. കുറ്റാരോപിതരുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോകാൻ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് കാര്യങ്ങൾ നടന്നത് എന്നതാണ് അവർ ആരോപിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ സ്ത്രീകൾ, അതായത് AMM വിട്ട് സംഘടനയ്ക്ക് പുറത്തു വന്ന് തുറന്നു പറഞ്ഞ സ്ത്രീകൾ, അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഇന്ന് ബോധ്യം വരുന്നു എന്നുകൂടി ശ്വേത പറയുകയാണ്. ശ്രീ പ്രകാശ് ബാരെ, ഓഡിയോ പ്രശ്നമുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? പത്ത് 12 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുമ്പോൾ AMM എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ചേരുക എന്ന് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ എൻ്റെ കൂടെയുള്ള ആൾക്കാരും ആ സമയത്ത് സിനിമയിൽ വന്ന ആൾക്കാരൊക്കെ ഒരിക്കലും ആ സംഘടനയിൽ ചേരുന്നതിലൊരു കാര്യമില്ല. അത് അതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ പിന്നെ അഭിനേതാക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അന്ന് എൻ്റെ കൂടെ ആ തീരുമാനം എടുത്ത പലരും പിന്നീട് ആ ഓർഗനൈസേഷനിൽ ചേരുകയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന കുറേ സ്ത്രീകൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് ഇന്ന് ശ്വേത പറയാതെ തന്നെ വളരെ വ്യക്തമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ ഓർഗനൈസേഷനിൽ ഇപ്പം ഇന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, വുമൻ കാർഡ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാർഡ് ഇറക്കി കളിക്കുന്നു എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ സംഭവമാണ്. കാരണം ഒരു നടി ആക്രമിക്കപ്പെടുന്നു, ആ നടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അവരുടെ അംഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സംഘടന അത് ചെയ്തില്ല. മാത്രമല്ല, അത് കോൺസ്പയർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക, എന്നിട്ട് അതിൽ പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ പ്രതിഷേധത്തിന് വകവെക്കാതെ അവരെ ഓർഗനൈസേഷനിൽ പുറത്തു പോകാൻ നിർബന്ധിതരാക്കുക. അത് കഴിഞ്ഞിട്ട് ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പവർ ഗ്രൂപ്പ് എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് കുറ്റാരോപിതരുടെ അവർക്ക് എൻമാസ് എന്ന് രാജിവെച്ച് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന ഈ വുമൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വെറും ഒരു പുറംപൂച്ച് മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് ശ്വേതയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ, എന്നും ശ്വേത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ഒരു ഫിഗറാണ്. ആ ഫിഗറിനെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ഈ ഓർഗനൈസേഷനെ ഒരു മാറ്റവുമില്ലാതെ വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എത്ര തവണ ICC ഫോം ചെയ്യണം, അകത്ത് ആർക്കെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് റിഡ്രസൽ മെക്കാനിസം അതിൻ്റെ അകത്ത് വേണമെന്ന് പറഞ്ഞിട്ട് പ്ലീഡ് ചെയ്തു, ഭീഷണിപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ ഇത് മുഴുവൻ ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാവാതെ അതിനെ ഇങ്ങനെ പിന്നെ അതിൻ്റെ എങ്ങനെയൊക്കെ അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് നിന്ന ഒരു സംഘടനയാണിത്. ആ സംഘടനയിൽ അവിടെ ശ്രീ പ്രകാശ് ബാരെ നോക്കൂ, ഇപ്പോൾ അൻസിബയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി അൻസിബ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. പക്ഷേ ശ്വേത അതിലെടുത്ത നിലപാട് എന്താണ്? ഇത് അമ്മയിൽ പരിഹരിക്കേണ്ടതല്ല എന്ന തരത്തിൽ എടുത്തു. അതിനെ സംഘടനയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. അത് പുറത്തേക്ക് പോകാൻ വഴിവെച്ചു. എന്താണോ ഇതിനുള്ളിൽ ഇവരെ പുറത്താക്കാൻ ആഗ്രഹിച്ചവർ ഉണ്ടാക്കാൻ ശ്രമിച്ച സാഹചര്യം, അതിന് വഴിമരുന്നിടുന്ന നടപടികൾ ശ്വേതയുടെ ഭാഗത്തു നിന്നും വന്നില്ലേ? ആ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണോ താങ്കൾ കരുതുന്നത്? അത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാമായിരുന്നില്ലേ? പ്രത്യേകിച്ച് ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന സംഘടനയിൽ നിന്ന് അത്തരമൊരു നീതി കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും, അത്തരമൊരു സമീപനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കും. അവിടെ ഒരു പരാജയം സംഭവിച്ചില്ലേ യഥാർത്ഥത്തിൽ?
സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പടലപ്പിണക്കങ്ങളും എല്ലാ ഇഷ്യൂസും വളരെ അടുത്ത് നിന്ന് നോക്കി കണ്ട ഒരാളല്ല ഞാൻ. ഈ ഒരു വലിയ ബിഗ് പിക്ചറിൻ്റെ നടുവിൽ ഈ ഒരു ഇഷ്യൂ ആണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു പ്രോപ്പർ കംപ്ലൈൻറ്റ് റിഡ്രസൽ മെക്കാനിസം ഇല്ലാത്തപ്പോൾ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വിമർശനം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയെ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാത്തരം എക്സ്ക്യൂസുകളും ഉപയോഗിച്ചിട്ട് അതിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. കുറ്റാരോപിതർക്ക് തിരിച്ച് ഭരണം പിടിക്കാനുള്ള ഒരു നാടകമായിരുന്നു ഇന്ന് അവിടെ നടന്നിരുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പലതിലും കഴമ്പും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. പിന്നെ 2017 മുതൽ ഇന്ന് വരെ നടന്നിരിക്കുന്ന ഈ നാടകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ മലയാള സിനിമയ്ക്ക് പിന്നെ ഇന്ത്യ മുഴുവനും ഇൻ്റർനാഷണലിയും റെക്കഗ്നിഷൻ നേടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ ഈ AMMA എന്ന് അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് അവരുടെ അവസാനത്തെ ബസ്സാണെന്ന് ഞാൻ പറയാം. ഇനിയെങ്കിലും ചെയ്ത തെറ്റുകൾ തിരുത്തി ഇറങ്ങിപ്പോയവരെയൊക്കെ തിരിച്ചു വിളിച്ച് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സ്പേസ് ആക്കി ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് AMMA. തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.